ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റവുമായി ബി.ജെ.പി. തലസ്ഥാനത്ത് ബി.ജെ.പി. അധികാരത്തിലെത്തുന്നത് 27 വർഷങ്ങൾക്ക് ശേഷം. ആം ആദ്മിക്ക് കനത്ത തിരിച്ചടി. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂരിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ കുട്ടികൾക്കും റോബോട്ടിക്സ് പഠനത്തിന് അവസരമൊരുക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഇന്ന് 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്ന് മുന്നറിയിപ്പ്. 38ാമത് ദേശീയ ഗെയിംസിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി കേരളം. വാർത്തകൾ വിശദമായി. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റവുമായി ബി.ജെ.പി. 27 വർഷങ്ങൾക്ക് ശേഷമാണ് ഡൽഹിയിൽ ബി.ജെ.പി. അധികാരത്തിലെത്തുന്നത്. 70 സീറ്റുകളിൽ ഒടുവിലത്തെ റിപ്പോർട്ട് പ്രകാരം 48 ബി.ജെ.പിയും 22 ആം ആദ്മി പാർട്ടിയും ലീഡ് ചെയ്യുന്നു. ഒരു സീറ്റ് പോലും ലഭിക്കാതെ വൻ തിരിച്ചടിയാണ് കോൺഗ്രസ് നേരിട്ടത്. എക്സിറ്റ് പോൾ ഫലങ്ങളുടെ പ്രവചനത്തെക്കാൾ തിളക്കമാർന്ന നേട്ടമാണ് ബി.ജെ.പി. സ്വന്തമാക്കിയത്. മുഖ്യമന്ത്രി ആരാകുമെന്ന് ദേശീയ നേതൃത്വം തീരുമാനിക്കുമെന്ന് ബി.ജെ.പി. ഡൽഹി അധ്യക്ഷൻ വീരേന്ദ്ര സച്ദേവ മാധ്യമങ്ങളോട് പറഞ്ഞു. ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ബിജ്വാസൻ മണ്ഡലത്തിൽ ബി.ജെ.പി. സ്ഥാനാർത്ഥി കൈലാഷ് ഗെഹ്ലോട്ട്, രോഹിണി മണ്ഡലത്തിൽ വിജേന്ദ്ര ഗുപ്ത, ന്യൂഡൽഹിയിൽ പർവേഷ് സാഹിബ് സിംഗ്, ജനക്പുരിയിൽ ആശിഷ് സൂദ് എന്നിവർ മുന്നിലാണ്. കരോൾ ബാഗിൽ ആം ആദ്മി പാർട്ടിയുടെ വിശേഷ് രവി, അംബേദ്കർ നഗറിൽ അജയ് ദത്ത്, ബുരാരിയിൽ സഞ്ജീവ് ഝാ എന്നിവർ മുന്നിലാണ്. ആം ആദ്മി പാർട്ടി നേതാവ് അരവിന്ദ് കെജ്രിവാൾ, മുഖ്യമന്ത്രി അതിഷി മർലേന, ജംഗ്പുര മണ്ഡലത്തിൽ മനീഷ് സിസോദിയ എന്നിവർ പിന്നിലാണ്. ഉത്തർപ്രദേശിലെ മിൽക്കിപൂർ നിയമസഭാ മണ്ഡലത്തിലേക്കുള്ള ഉപതെരഞ്ഞെടുപ്പ് വോട്ടെണ്ണലിൽ ബി.ജെ.പിയുടെ ചന്ദ്രഭാനു പാസ്വാൻ 25,000-ത്തിലധികം വോട്ടുകൾക്ക് മുന്നിലാണ്. തമിഴ്നാട്ടിലെ ഈറോഡ് ഈസ്റ്റ് നിയമസഭാ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിന്റെ വോട്ടെണ്ണൽ പുരോഗമിക്കുമ്പോൾ ഡി.എം.കെ നേതാവ് ചന്ദ്രകുമാർ വി.സി മുന്നിട്ട് നിൽക്കുന്നു. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂരിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി തൃശൂർ ജില്ലാ പ്രതിനിധി ഭരിത പ്രതാപ്. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന്റെ ഉദ്ഘാടനം മുഖ്യമന്ത്രി പിണറായി വിജയൻ നിർവഹിച്ചു. യുവശാസ്ത്ര ഗവേഷകർക്കായുള്ള പുരസ്കാരങ്ങളായ മുഖ്യമന്ത്രിയുടെ സ്വർണ്ണ മെഡൽ, ഡോക്ടർ എസ് വാസുദേവ് അവാർഡ്, ശാസ്ത്ര സാഹിത്യ പുരസ്കാരങ്ങൾ, മികച്ച ഗവേഷകനുള്ള അവാർഡ് എന്നിവയും മുഖ്യമന്ത്രി ചടങ്ങിൽ സമ്മാനിച്ചു. റവന്യൂ വകുപ്പ് മന്ത്രി കെ രാജൻ ശാസ്ത്ര കോൺഗ്രസിൽ അവതരിപ്പിക്കുന്ന പ്രബന്ധങ്ങളുടെയും പ്രദർശിപ്പിക്കുന്ന ഗവേഷണ പോസ്റ്ററുകളുടെയും സമാഹാരം ചടങ്ങിൽ പ്രകാശിപ്പിച്ചു. രാജ്യത്തെ പ്രമുഖ ഗവേഷണ കേന്ദ്രങ്ങളായ കൌൺസിൽ ഓഫ് സയന്റിഫിക് ആൻഡ് ഇൻഡസ്ട്രിയൽ റിസർച്ച് തുടങ്ങിയ 160ഓളം സ്റ്റാളുകൾ പ്രദർശനത്തിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. ലക്ഷദ്വീപിന്റെ പടിഞ്ഞാറ് വശത്ത് 3 ചെറു ഭൂമികുലുക്കങ്ങൾ അനുഭവപ്പെട്ടു. ഇതേ തുടർന്ന് കേരളത്തിൽ മുന്നറിയിപ്പൊന്നും നൽകിയിട്ടില്ലെന്ന് സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റി മെമ്പർ സെക്രട്ടറി ശേഖർ കുര്യാക്കോസ് അറിയിച്ചു. സുനാമി മുന്നറിയിപ്പ് നൽകി എന്ന തരത്തിൽ ചില ഓൺലൈൻ മാധ്യമങ്ങൾ പ്രചരിപ്പിച്ച വാർത്ത വസ്തുതാവിരുദ്ധമാണെന്നും അദ്ദേഹം പറഞ്ഞു. പേവിഷ ബാധിതർക്ക് നിഷ്ക്രിയ ദയാവധം അനുവദിക്കുന്നതിനുള്ള പൊതുതാൽപര്യ ഹർജി സുപ്രീംകോടതി തിങ്കളാഴ്ച പരിഗണിക്കും. ഓൾ ക്രിയേച്ചേഴ്സ് ഗ്രേറ്റ് ആൻഡ് സ്മോൾ എന്ന സംഘടന സമർപ്പിച്ച ഹർജി ജസ്റ്റിസുമാരായ ബി.ആർ. ഗവായി, കെ. വിനോദ് ചന്ദ്രൻ എന്നിവരടങ്ങിയ ബെഞ്ച് പരിഗണിക്കുകയായിരുന്നു. പേവിഷ ബാധിതർക്ക് സ്വയമോ അല്ലെങ്കിൽ അവരുടെ രക്ഷിതാക്കൾക്കോ ദയാവധത്തിനായി ഡോക്ടറെ തെരഞ്ഞെടുക്കാനുള്ള നടപടിക്രമം ഏർപ്പെടുത്തണമെന്നാണ് 2019 സമർപ്പിച്ച ഹർജിയിലെ ആവശ്യം. റോബോട്ടിക്സിന്റെ അടിസ്ഥാന പാഠങ്ങൾ പാഠ്യപദ്ധതിയിൽ ഉൾപ്പെടുത്തിയതുവഴി എല്ലാ കുട്ടികൾക്കും റോബോട്ടിക് പഠനത്തിന് അവസരമൊരുക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മന്ത്രി വി. ശിവൻകുട്ടി. സ്കൂളുകളിൽ 29,000 റോബോട്ടിക് കിറ്റുകൾ വിന്യസിച്ചതിന്റെ പൂർത്തീകരണ പ്രഖ്യാപനവും ലിറ്റിൽ കൈറ്റ്സ് സംസ്ഥാനതല ഉദ്ഘാടനവും അദ്ദേഹം നിർവഹിച്ചു. റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ച് ലിറ്റിൽ കൈറ്റ്സ് പ്രവർത്തനങ്ങളുടെ പ്രൊമോ വീഡിയോയും ക്യാമ്പ് അംഗങ്ങൾ തയ്യാറാക്കിയ ആനിമേഷനും ചടങ്ങിൽ പ്രദർശിപ്പിച്ചു. എന്നും വിദ്യാഭ്യാസ മേഖലയ്ക്ക് പുത്തൻ മാതൃകകൾ കാഴ്ചവെച്ചിട്ടുള്ള കേരളം റോബോട്ടിക്സിന്റെ അടിസ്ഥാന പാഠങ്ങൾ പാഠ്യപദ്ധതിയുടെ ഭാഗമാക്കുകയും അതുവഴി മുഴുവൻ കുട്ടികൾക്കും റോബോട്ടിക്സ് പഠനത്തിന് അവസരം നൽകുന്ന ആദ്യ സംസ്ഥാനമായി നാം മാറുകയും ചെയ്യുകയാണ്. സാങ്കേതിക രംഗത്ത് ലോകത്ത് അനുനിമിഷം മാറ്റങ്ങളെ കുട്ടികളാണ് ആദ്യം ഉൾക്കൊള്ളുന്നത്. ലിറ്റിൽ കൈറ്റ്സ് അംഗങ്ങൾ കൈറ്റ് നൽകുന്ന റോബോട്ടിക് കിറ്റ് ഉപയോഗിച്ച് സ്വയം പഠിച്ച് ഉൽപ്പന്നങ്ങൾ ഉണ്ടാക്കുകയും വിദ്യ മറ്റു സഹപാഠികൾക്ക് പകർന്നു നൽകുന്നതിലും അവർക്ക് പ്രത്യേകം പ്രവർത്തനങ്ങൾ തന്നെ ക്രമീകരിച്ചിട്ടുണ്ട്.
കോഴിക്കോട് ജില്ലാ പഞ്ചായത്ത് സമഗ്ര വിദ്യാഭ്യാസ പദ്ധതിയുടെ ഭാഗമായുള്ള പുലർകാലം പരിപാടിയോടനുബന്ധിച്ച് പുലർകാല സംഗമം നടത്തി. മാനാഞ്ചിറ മൈതാനത്ത് നടന്ന പരിപാടിയിൽ ജില്ലയിലെ 45 പൊതുവിദ്യാലയങ്ങളിൽ നിന്നായി 1000-ഓളം വിദ്യാർത്ഥികൾ പങ്കെടുത്തു. അതിരാവിലെ എഴുന്നേറ്റ് ശീലമാക്കേണ്ട വിവിധ വ്യായാമ രീതികളും വായനയും പ്രോത്സാഹിപ്പിക്കുക എന്ന ലക്ഷ്യത്തോടെ കഴിഞ്ഞ 2 വർഷങ്ങളായി ജില്ലയിലെ വിവിധ വിദ്യാലയങ്ങളിൽ പുലർകാലം പരിപാടി നടപ്പിലാക്കുന്നുണ്ട്. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്. ആകാശവാണി വാർത്തകളും വാർത്താ അധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും @ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AIR ന്യൂസ്_TVM X ഹാൻഡിലും ലഭ്യമാണ്. 38ാമത് ദേശീയ ഗെയിംസിൽ അത്ലറ്റിക് മത്സരങ്ങൾക്ക് തുടക്കം. കഴിഞ്ഞ 3 ദേശീയ ഗെയിംസിലും ട്രിപ്പിൾ ജമ്പിൽ സ്വർണം നേടിയ കേരളത്തിന്റെ NV ഷീന, പോൾ വോൾട്ട് താരം മരിയ ജെയ്സൺ, ഹൈജമ്പ് താരം ഏഞ്ചൽ ദേവസ്യ എന്നിവർ കേരള ടീമിലുണ്ട്. കേരള താരങ്ങളായ അനുരാഗ്, അലക്സ് പി തങ്കച്ചൻ, K സ്നേഹ, PS മനു എന്നിവർ ഇന്ന് മത്സരത്തിന് ഇറങ്ങും. 10 സ്വർണം ഉൾപ്പെടെ 26 മെഡലുമായി കേരളം 8ാം സ്ഥാനത്താണ്. സർവീസസ് 1ാം സ്ഥാനത്തും കർണാടക 2ാമതുമാണ്. രക്തത്തിൽ നിന്നും മൂലകോശം മാറ്റിയെടുത്ത് അർബുദ രോഗികൾക്ക് നൽകുന്ന സ്റ്റം സെൽ ട്രാൻസ്പ്ലാന്റേഷന് കോട്ടയം മെഡിക്കൽ കോളേജ് ഒരുങ്ങുന്നു. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കോട്ടയം ജില്ലാ പ്രതിനിധി ടോം മാത്യു. കേരളത്തിലെ മെഡിക്കൽ കോളേജ് ആശുപത്രികളിൽ ആദ്യമായി സ്റ്റെം സെൽ ട്രാൻസ്പ്ലാന്റേഷന് അഥവാ മൂലകോശം മാറ്റിവെക്കലിന് കോട്ടയം ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് ആശുപത്രി ഒരുങ്ങുന്നു. പദ്ധതിക്ക് തുടക്കം കുറിക്കാൻ സംസ്ഥാന ബജറ്റിൽ തുക വകയിരുത്തിയതോടെ ക്യാൻസർ ചികിത്സാ വിഭാഗം ഇതിനുള്ള തയ്യാറെടുപ്പിലാണ്. കോട്ടയം മെഡിക്കൽ കോളേജിലെ ക്യാൻസർ ചികിത്സാ വിഭാഗത്തിൽ ന്യൂക്ലിയർ മെഡിസിൻ തുടങ്ങുന്നതിനും ഇന്റർവെൻഷണൽ റേഡിയോളജി ഉൾപ്പെടെ അത്യാധുനിക സൗകര്യങ്ങൾ ഒരുക്കുന്നതിനും ബജറ്റിൽ തുക വകയിരുത്തിയിട്ടുണ്ട്. വയനാട് ദുരന്തത്തിൽപ്പെട്ട് പുനരധിവസിപ്പിക്കേണ്ടവരുടെ ആദ്യ പട്ടികയ്ക്ക് അംഗീകാരം. സംസ്ഥാന ദുരന്ത നിവാരണ അതോറിറ്റിയാണ് പട്ടിക അംഗീകരിച്ചത്. 242 പേരാണ് പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ളത്. ജില്ലാ കളക്ടറുടെ അധ്യക്ഷതയിൽ വയനാട് കളക്ടറേറ്റിൽ ഇന്നലെയാണ് യോഗം ചേർന്നത്. മിഷൻ അംഗൻവാടി പദ്ധതിയിലൂടെ സ്മാർട്ടായി കാസർഗോഡ് ജില്ലയിലെ അംഗൻവാടികൾ. കാസർഗോഡ് വികസന പാക്കേജിന് കീഴിൽ നടപ്പാക്കുന്ന ഈ പദ്ധതി ജില്ലയിലെ അടിസ്ഥാന സൌകര്യ വികസനത്തിന് പുതിയ ഗതിവേഗം നൽകുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി P ജഗന്നിവാസൻ. കാസർഗോഡ് ജില്ലയിൽ സ്വന്തമായി സ്ഥലമുള്ളതും എന്നാൽ കാലപ്പഴക്കം ചെന്നതും വാടക കെട്ടിടത്തിൽ പ്രവർത്തിക്കുന്നതുമായ അംഗൻവാടികൾക്ക് സ്മാർട്ട് അംഗൻവാടി കെട്ടിടങ്ങൾ നിർമ്മിക്കുന്നതിനായി ആരംഭിച്ച് മിഷൻ അംഗൻവാടി പദ്ധതിയിൽ കാസർഗോഡ് വികസന പാക്കേജിൽ നിന്നുള്ള പ്രവൃത്തികൾ പുരോഗമിക്കുകയാണ്. നിലവിൽ 8 സ്മാർട്ട് അംഗൻവാടികൾ ഉദ്ഘാടനത്തിന് ഒരുങ്ങുകയാണ്. 3 കോടിയുടെ വികസന പ്രവർത്തനങ്ങളാണ് നടന്നുവരുന്നത്. പദ്ധതി പൂർത്തീകരിക്കുമ്പോൾ ജില്ലയിലെ കുട്ടികളുടെ അടിസ്ഥാന വിദ്യാഭ്യാസ നിലവാരം മെച്ചപ്പെടുക മാത്രമല്ല ആഗോള വികസനത്തിന്റെ ഗുണഫലങ്ങൾ പ്രതീക്ഷിക്കാമെന്നും അധികൃതർ പറഞ്ഞു. സംസ്ഥാനത്ത് ഇന്ന് സാധാരണയേക്കാൾ 2 ഡിഗ്രി മുതൽ 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയുണ്ടെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ചൂട് കൂടാൻ സാധ്യതയുള്ളതിനാൽ ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. ആകാശവാണി തിരുവനന്തപുരം പ്രാദേശിക വാർത്താ വിഭാഗം അവതരിപ്പിക്കുന്ന പ്രത്യേക പരിപാടിയായ നല്ല വാർത്ത എല്ലാ ശനിയാഴ്ചയും വൈകുന്നേരം 6:40 പ്രക്ഷേപണം ചെയ്യുന്നതാണ്. ഇന്ന് 6:30 പ്രാദേശിക വാർത്തകൾക്ക് ശേഷം നല്ല വാർത്ത കേൾക്കാവുന്നതാണ്. ISL ഫുട്ബോളിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 5 മണിക്ക് നടക്കുന്ന ആദ്യ മത്സരത്തിൽ ഹൈദരാബാദ് മുഹമ്മദൻ SCയെ നേരിടും. രാത്രി 7:30 ആരംഭിക്കുന്ന 2ാം മത്സരത്തിൽ ഈസ്റ്റ് ബംഗാൾ ചെന്നൈയിൻ FCയുമായി ഏറ്റുമുട്ടും. കന്യാകുമാരി പുനലൂർ കന്യാകുമാരി ട്രെയിനിന് പരവൂരിൽ ഇന്നു മുതൽ സ്റ്റോപ്പ് അനുവദിക്കും. പരവൂരിൽ എത്തുന്ന ട്രെയിനിന്റെ ഫ്ളാഗ് ഓഫ് കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ നിർവഹിക്കും. സ്വർണ്ണവിലയിൽ വർധന. പവന് 120 രൂപ വർദ്ധിച്ച് 63,560 രൂപയും ഗ്രാമിന് 7,945 രൂപയുമാണ് ഇന്നത്തെ വില. ആകാശവാണി തിരുവനന്തപുരം നിലയം പ്രക്ഷേപണത്തിന്റെ 75 വർഷങ്ങൾ ആഘോഷിക്കുന്നതിന്റെ ഭാഗമായി സംഘടിപ്പിക്കുന്ന സ്വരമഞ്ജരി കർണാടക സംഗീത പരിപാടി ഇന്ന്. പരിപാടിയുടെ 3ാം അധ്യായം വർക്കല ശ്രീ നടരാജ സംഗീത സഭയുടെ സഹകരണത്തോടെ നടക്കും. പ്രധാന വാർത്തകൾ വീണ്ടും. ഡൽഹി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ വ്യക്തമായ മുന്നേറ്റവുമായി BJP. തലസ്ഥാനത്ത് BJP അധികാരത്തിലെത്തുന്നത് 27 വർഷങ്ങൾക്ക് ശേഷം. ആം ആദ്മിക്ക് കനത്ത തിരിച്ചടി. 37ാമത് കേരള ശാസ്ത്ര കോൺഗ്രസിന് തൃശൂരിൽ തുടക്കമായി. മുഖ്യമന്ത്രി പിണറായി വിജയൻ ഉദ്ഘാടനം നിർവഹിച്ചു. എല്ലാ കുട്ടികൾക്കും റോബോട്ടിക്സ് പഠനത്തിന് അവസരം ഒരുക്കുന്ന ആദ്യ സംസ്ഥാനമായി കേരളം മാറിയെന്ന് മന്ത്രി V ശിവൻകുട്ടി. സംസ്ഥാനത്ത് ഇന്ന് 3 ഡിഗ്രി സെൽഷ്യസ് വരെ താപനില ഉയരാൻ സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. ജനങ്ങൾ ജാഗ്രത പാലിക്കണമെന്നും മുന്നറിയിപ്പ്. 38ാമത് ദേശീയ ഗെയിംസിൽ അത്ലറ്റിക്സ് മത്സരങ്ങൾക്ക് തുടക്കം. മെഡൽ പ്രതീക്ഷയുമായി കേരളം. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:50.